ദ പീപ്പിളിലേക്ക് സ്വാഗതം. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ് നിയമസഭ. ഇവിടെ പ്രതിഫലിക്കേണ്ടത് ജനതാൽപര്യമാണ്. ധനമന്ത്രി കെ.എം. മാണിയുടെ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായ കോലാഹലങ്ങൾ കേരള നിയമസഭയുടെ അന്തസ്സിനേറ്റ ഏറ്റവും വലിയ കളങ്കമാണ്. ജനതാൽപര്യം അഴിമതിക്കും അക്രമത്തിനും അനുകൂലമല്ല. എന്നിട്ടും സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന എന്തും രണ്ടു വട്ടം ആലോചിച്ചു മാത്രം ചെയ്യുന്ന മലയാളിയുടെ സ്വന്തം നിയമനിർമ്മാണ സഭയിൽ ഇതൊക്കെ സംഭവിച്ചു. ആർക്കാണ് പിഴച്ചത്? ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ അതോ ഇവരെ തെരഞ്ഞെടുത്ത വോട്ടർമാർക്കോ? ബഡ്ജറ്റ് ദിനത്തിൽ നിയമസഭയിലുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ 5 പ്രതിപക്ഷ MLA-മാരെ സസ്പെൻഡ് ചെയ്തു. സ്പീക്കറുടെ ഡയസിൽ കയറി ഉപകരണങ്ങൾ നശിപ്പിച്ച MLA-മാരെയാണ് സസ്പെൻഡ് ചെയ്തത്. തിങ്കളാഴ്ച ചേർന്ന സഭ ബജറ്റിന്മേലുള്ള ചർച്ച ഒഴിവാക്കി ഒരാഴ്ചത്തേക്ക് പിരിഞ്ഞു. അടുത്ത തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഉപധനാഭ്യർത്ഥനയും വോട്ട് അക്കൗണ്ടും പാസാക്കും. ബഡ്ജറ്റ് അവതരണത്തിനിടെ ഉണ്ടായതുപോലെയുള്ള ലജ്ജാകരമായ സംഭവങ്ങൾ നിയമസഭയിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. വോട്ട് ചെയ്ത് സഭയ്ക്കുള്ളിൽ കയറി മുണ്ടു മടക്കിക്കുത്തി മേശമേൽ കയറി നിന്നും കസേരകളും കമ്പ്യൂട്ടറുകളും എടുത്തെറിഞ്ഞും ഈ ജനസേവകർ നമ്മളെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ്. ഇത്രയും വലിയ ഒരു കോലാഹലം നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ 4 തവണ MP-യും 3 തവണ പാർലമെൻറ്റ് അംഗവുമായ അസംബ്ലി അംഗവുമായ ഒരാളാണ്. ഞാനിതുവരെ നിയമസഭയിലോ പാർലമെൻറ്റിലോ ഇത്തരം ഒരു നടപടി ഞാൻ കണ്ടിട്ടില്ല. ഇന്ത്യയിൽ ഒരിടത്തും ഉണ്ടായിട്ടുമില്ല. നമ്മൾ എപ്പോഴും അഭിമാനിക്കാറുണ്ട് കേരളം വളർത്തിയെടുത്തൊരു രാഷ്ട്രീയ സംസ്കാരം. കേരള നിയമസഭ ഇന്ത്യയിലെ നിയമസഭയ്ക്ക് പോലും മാതൃക. ഇതാണോ മാതൃക? ഇത് കേരള നിയമസഭ ചരിത്രത്തിൽ ഏറ്റവും കറുത്ത അധ്യായം എഴുതി ചേർത്ത ദിവസമാണ്. പ്രതിപക്ഷത്തിന്റെ വെല്ലുവിളിയെ ചെറുത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് വിജയമെന്ന് ഭരണക്കാർ. സ്പീക്കറുടെ ഡയസ് പോലും കയ്യേറിക്കൊണ്ട് സഭാതലം യുദ്ധക്കളമാക്കിയതിൽ വിജയം ആഘോഷിച്ച് പ്രതിപക്ഷം. ചുരുക്കത്തിൽ ജനങ്ങളൊഴികെ എല്ലാവരും വിജയിച്ചു. അഡ്ജസ്റ്റ്മെന്റ് സമരക്കാർ എന്ന ചീത്തപ്പേര് മാറ്റിയെടുക്കുന്നതിനുള്ള തത്രപ്പാടുകളായിരുന്നു ഇതെല്ലാം. 1970 ആദ്യത്തെ അച്ചുവൻ മന്ത്രിസഭയിലും ആണ് ആദ്യമായിട്ട് കേരള നിയമസഭ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു ഈ അധ്യക്ഷ വേദിയിൽ കിടന്നുള്ള കടന്നുകയറ്റിയുള്ള അക്രമങ്ങൾ നടന്നത്. 5-6 പ്രതിപക്ഷ മെമ്പർമാർ അധ്യക്ഷ വേദിയിൽ ചാടിക്കയറി അവിടെയുണ്ടായിരുന്ന മേശപ്പുറത്ത് സഭയുടെ വേദിയുടെ മേശപ്പുറത്തുണ്ടായിരുന്ന പിന്നെ ഫയലുകളും ടൈം പീസും പേപ്പർ ബേറ്റൊക്കെ എടുത്ത് എറിയുകയും സ്പീക്കറുടെ മുമ്പിലുണ്ടായിരുന്ന ബൈക്ക് വലിച്ചൊടിക്കുകയും തുടങ്ങിയ പരാക്രമങ്ങൾ കാണിച്ചു തുടങ്ങി. CBC വാര്യർ, AV ആര്യൻ, പ്രഭാകര തണ്ടാർ, EM മീതിയാൻ, EM ജോർജ് തുടങ്ങിയ 5 പ്രതിപക്ഷ മെമ്പർമാരെ ആ സഭയുടെ സമ്മേളനം അവസാനിക്കുന്നത് വരെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. പക്ഷേ ഈ രീതിയിൽ സഭ പ്രതിപക്ഷങ്ങൾ വളരെയധികം പ്രതിപക്ഷം സഭ സമ്മേളിക്കുന്നതിന് മുമ്പ് സഭയുടെ അധ്യക്ഷവേദി കൈയടക്കുകയും സ്പീക്കറെ അകത്തോട്ട് അധ്യക്ഷ വരുന്നതിന് തടസ്സമുണ്ടാക്കുകയും അവിടെ ഉണ്ടായിരുന്ന സകല സാധനങ്ങളും എടുത്തെറിയുകയും നശിപ്പിക്കുകയും ചെയ്ത ഒരു രൂക്ഷമായ ഒരു പരാക്രമം ഇതുവരെ ഉണ്ടായിട്ടില്ല. അഴിമതി ആരോപണങ്ങളിൽ പെടുന്നവർ സ്ഥാനമൊഴിഞ്ഞ് മാതൃകയാകുന്ന രാഷ്ട്രീയ കീഴ്വഴക്കമാണ് കേരളം പിന്തുടർന്നു വരുന്നത്. PT ചാക്കോയും K കരുണാകരനും KP വിശ്വനാഥനും രാമചന്ദ്രൻ മാസ്റ്ററുമെല്ലാം അത്തരത്തിൽ സ്ഥാനം ഒഴിഞ്ഞിട്ടുള്ളവരാണ്. എവിടെയോ ഈ കീഴ്വഴക്കം അട്ടിമറിക്കപ്പെട്ടു. ബാർക്കോഴയിൽ ആരോപണ വിധേയനായ മാണിക്ക് പറയാൻ നിരവധി ന്യായങ്ങളുണ്ട്. പക്ഷേ കേരള പോലീസിന്റെ വിജിലൻസ് പ്രഥമ വിവര റിപ്പോർട്ടിൽ പ്രതി ചേർത്ത വ്യക്തിയാണ് മാണി. ടൈറ്റാനിയം കേസിൽ വിജിലൻസ് അന്വേഷണം വന്നപ്പോൾ വകുപ്പൊഴിഞ്ഞ് മാതൃക കാട്ടിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഭൂതകാലം മറന്നത് മാണിക്കു കരുത്തായി. അതിലെല്ലാം ഉപരി നൂൽപാലത്തിലൂടെയുള്ള UDF സർക്കാരിന്റെ മുന്നോട്ടു പോക്കിന് മാണിയുടെ പാർട്ടിയുടെ പിന്തുണ അനിവാര്യമാണ് താനും. അതുകൊണ്ട് തന്നെ മാണിയെ പിന്തുണയ്ക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ UDF-ന് കഴിയുമായിരുന്നില്ല. നികുതി ഇളവിലൂടെയുള്ള കോഴക്കഥകൾ കൂടി ധനമന്ത്രിക്കെതിരെ ഉയർന്നതോടെ പ്രതിപക്ഷവും രണ്ടും കൽപ്പിച്ചു. സോളാർ പ്രശ്നത്തിൽ നടത്തിയത് അഡ്ജസ്റ്റ്മെന്റ് സമരമെന്ന പേരുദോഷവും മാറ്റണം. മോദി പ്രഭാവത്തിൽ കേരളത്തിൽ കാലുറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന BJP-യും ബാർക്കോഴ ഏറ്റെടുത്തു. ഇതോടെ അഡ്ജസ്റ്റ്മെന്റുകൾക്കുള്ള അവസരം പോയി. തിരക്കഥകൾ അവസാന നിമിഷം വരെ ഏവരും രഹസ്യമാക്കി. ബഡ്ജറ്റ് ദിനം TV-ക്ക് മുന്നിൽ കുത്തിയിരുന്ന മലയാളി ഞെട്ടി. മറ്റുള്ളവർ ഉറക്കെ ചിരിച്ചു. സോഷ്യൽ മീഡിയ പരിഹാസമുയർത്തി. സംഭവം പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടു. ദേശീയ മാധ്യമങ്ങളിലും വൻ വാർത്തയായി. കേരള നിയമസഭയിൽ എന്താണ് നടക്കുന്നതെന്ന പരാമർശം സുപ്രീം കോടതിയും ഉന്നയിച്ചു. അംഗങ്ങൾ മാന്യമായി സമീപനം സ്വീകരിച്ചില്ലെങ്കിൽ ഒരു സ്പീക്കർക്കും പാച്ചാമ്പാടിൻ്റെ സഹായമില്ലാതെ നിയമസഭ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. പ്രതിപക്ഷ മെമ്പർമാർ സഭയുടെ അധ്യക്ഷവേദിയിൽ കയറി നടത്തിയ പരാക്രമങ്ങളും നശീകരണ പ്രവർത്തനങ്ങളും ഒരു ക്രിമിനൽ കുറ്റത്തിൻ്റെ സ്വഭാവമുള്ള നടപടിയാണ് അവരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും തെറ്റു ചെയ്തവരെ ബാധിച്ചില്ല. അവരിപ്പോഴും വിജയം അവകാശപ്പെടുകയാണ്. നിയമസഭ പ്രതിപക്ഷം സംഘർഷഭരിതമാക്കിയെങ്കിലും ധനമന്ത്രി കെ.എം. മാണി 13ാം ബജറ്റ് ഔപചാരികമായി അവതരിപ്പിച്ചു.
പിന്നീട് നിയമസഭയിലെ പ്രസ് റൂമിലിരുന്ന് ബജറ്റ് പ്രസംഗം മുഴുവൻ വായിക്കുകയും ചെയ്തു. കഴിഞ്ഞ 3 വർഷങ്ങളിലും സാമ്പത്തിക വളർച്ച ദേശീയ ശരാശരിക്ക് മുകളിലാണ് എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ പുരോഗതിക്ക് എൻ്റെ കഴിഞ്ഞ ബഡ്ജറ്റുകൾ ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. അഭിമാനപൂർവ്വം ഒരു ഭാഗത്ത് പറയുക ഞങ്ങൾ ദേശീയ ശരാശരിയേക്കാളും കൂടുതൽ വളർച്ച ഉണ്ടാകുന്നു. അത് ശരിയാണ്. കാരണം ഇത് ഈ വർഷം ഇന്നലെ തുടങ്ങിയതല്ല, കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ വളർച്ചാ നിരക്ക് കേരള മോഡലിനെ എല്ലാവരും ചീത്ത വിളിക്കുമെങ്കിലും കേരള എക്കണോമി ഈസ് ഡൂയിങ് വെൽ. നാഷണൽ ലെവലിലായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മെച്ചപ്പെട്ട വളർച്ചാ നിരക്കുകളുണ്ട്. അപ്പോൾ ഒരു റിസഷനോ കച്ചവടമില്ലായ്മയോ ഒന്നും അല്ല ഇവിടെ നികുതി പിരിവ് ഈ തരത്തിൽ തകരുന്നതിൻ്റെയും അതുപോലെ തന്നെ ഈ ക്രൈസിസ് ഉണ്ടാകുന്നതിൻ്റെയും കാരണം. അത് തീർച്ചയായിട്ടും നികുതി ചോർച്ച തന്നെയാണ്. അഡ്മിനിസ്ട്രേഷനിൽ വന്നിരിക്കുന്ന വലിയ വിളംബമാണ്. അതിന് ഒരാളെ മാത്രം കുറ്റം പറയുകയല്ല, എല്ലാവരും ചേർന്ന് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അവസ്ഥ ആ തരത്തിലുണ്ടാക്കി വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് അഴിമതി അതിൻ്റെ പുറകിലുണ്ട്, കെടുകാര്യസ്ഥത അതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പ്രതിപക്ഷ നീക്കങ്ങളെ തകർത്തു എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വാദിക്കാം. സ്പീക്കർ ചേംബറിലെത്താതെയുള്ള ബജറ്റ് അവതരണം ചട്ടപ്രകാരമല്ലെന്ന് പ്രതിപക്ഷത്തിന് വാദമുയർത്താം. ഭരണപക്ഷവും പ്രതിപക്ഷവുമായുള്ള ഒത്തുകളി എന്ന വിമർശനം ഉന്നയിച്ച് BJPക്കും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാം. പക്ഷേ തോറ്റത് കേരളമാണ്. സമ്പൂർണ്ണ സാക്ഷരത അവകാശപ്പെടുന്ന ദൈവത്തിന്റെ സ്വന്തം നാടിന് ചേർന്ന ദൃശ്യങ്ങളല്ല സഭയിൽ കണ്ടത്. ഇടതുമുന്നണിയും BJPയും യുവാക്കളെ തലേ ദിവസമേ നിയമസഭയുടെ ചുറ്റും വിന്യസിച്ചു. അപ്പോഴേ പുറത്ത് അടി തുടങ്ങി. ഈ ബഹളമെല്ലാം പുറത്തു നടക്കുമ്പോഴും ജനങ്ങൾ പലതും ആഗ്രഹിച്ചു. വിമർശനങ്ങൾ ഉള്ളതിനാൽ തന്നെ മാണിയുടെ ബജറ്റ് ജനപ്രിയമാകുമെന്ന് കരുതി കാത്തിരുന്ന ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ധനമന്ത്രി പറ്റിക്കുകയും ചെയ്തു. ജനപ്രിയമായിട്ടുള്ള നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ വികസനോന്മുഖമായിട്ടുള്ള ശരിയായ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങളോ വേണ്ടത്ര ഉണ്ട് എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. ഭരണപക്ഷത്തെ തീർച്ചയായിട്ടും ഗ്രീൻ MLA-മാർക്കൊന്നും രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത പല നിർദ്ദേശങ്ങളും ഈ ബജറ്റിലുണ്ട്. പെട്രോള്, ഡീസല്, അങ്ങനെ വ്യാപക മോട്ടോർ വാഹനങ്ങളുടെ നികുതികൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. സിഗരറ്റിൻ്റെ ബീഡി തൊഴിലാളികളുടെ സ്ഥിതി അറിയാവുന്നതാണ്. അവിടെയും നികുതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കർഷകർക്ക് വേണ്ടി എന്ന തലവാചകത്തിൽ കേരളത്തെ മുഴുവൻ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിടുന്ന ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. ശ്രീ KM മാണിയുടെ എല്ലാ ബജറ്റുകളും വരുമ്പോൾ അടുത്ത ദിവസം പത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം കർഷകപുത്രൻ കൃഷിക്കാർക്ക് വേണ്ടി ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. തലക്കെട്ടുകൾ കൊണ്ട് എന്താ പ്രയോജനം? കിലോയ്ക്ക് 180 രൂപ താങ്ങുവില നൽകി 20,000 മെട്രിക് ടൺ റബ്ബർ സംഭരിക്കുന്നതിന് 300 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഈ 300 കോടി രൂപ താങ്ങുവില പ്രഖ്യാപിച്ച് സംഭരണം ഏർപ്പെടുത്തിയതുകൊണ്ട് റബ്ബറിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. കാരണം ഇത് നമ്മുടെ കേരളത്തിലെ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിൻ്റെ ഒരു ചെറിയ അംശം പോലും ഇതുവച്ച് പ്രൊക്യൂർ ചെയ്യാൻ പറ്റത്തില്ല ഈ പണം കൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കമ്പോളത്തിലെ വിലകളെ സ്വാധീനിക്കാൻ ഇതിന് കഴിയില്ല. എക്കണോമിക് റിവ്യൂവിലുള്ള ഈ പബ്ലിക് ഫിനാൻസ് സംബന്ധിച്ച കണക്കുകൾ, ഓരോ പട്ടികകളും അത് ഈ ക്രൈസിസ് ഉണ്ടായിരുന്നു, ക്രൈസിസ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ മോശമാവുകയായിരുന്നു, അത് റവന്യൂ കമ്മിയുടെയും ടാക്സ് കളക്ഷൻ്റെ കാര്യം, അതുപോലെ തന്നെ കടത്തിൻ്റെ കാര്യം. ഇപ്പോൾ ഈ ബജറ്റിൽ തന്നെ കടം ഏറ്റവും വലിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ കടമായിട്ട് മാറുകയാണ്. രാവിലെ 8:50 മാണി എത്തുമെന്ന് കരുതി. സ്പീക്കറുടെ വേദിക്ക് തൊട്ടടുത്തുള്ള പ്രധാന കവാടത്തിലൂടെ മാണി പ്രവേശിക്കും എന്നായിരുന്നു ഭരണമുന്നണിയിലെ MLA-മാർക്ക് മുഖ്യമന്ത്രി നൽകിയ സൂചന. മാണി ഇവിടെ എത്തിയെങ്കിലും സഭയിലേക്ക് കയറാതെ മടങ്ങി. ഇതോടെ ആർക്കും ഒരു പിടുത്തവുമില്ലാതെയായി. എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ച് സ്പീക്കറുടെ ഡയസിലേക്ക് പ്രതിപക്ഷത്തിന്റെ ശ്രദ്ധ മാറി. മന്ത്രിമാരുടെ സീറ്റുകളിൽ പ്രതിപക്ഷം ഇരിക്കാതിരിക്കാൻ സ്വന്തം MLA-മാരെ ആ ഇരിപ്പിടങ്ങളിൽ നേരത്തെ തന്നെ ഇരുത്തിയിരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പതിവ് കവാടത്തിലൂടെ പ്രവേശിച്ചതും ഭരണപക്ഷ MLA-മാരെല്ലാം ആ ഭാഗത്ത് നിലയുറപ്പിച്ചതും പ്രതിപക്ഷത്തെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു. മാണിയും അതുവഴി തന്നെ പ്രവേശിക്കുമെന്ന് പ്രതിപക്ഷം പ്രതീക്ഷിച്ചിരുന്നപ്പോൾ മറ്റൊരു വാതിലിലൂടെ മാണി കടന്നു വന്നത് ആരും അറിഞ്ഞില്ല. സഭയുടെ നടുത്തളത്തിൽ നിന്ന് പ്രതിപക്ഷ MLA-മാർക്ക് പെട്ടെന്ന് പ്രവേശിക്കാൻ കഴിയാത്ത 2ാം നിരയിലേക്ക് മാണിയുടെ ഇരിപ്പിടം മാറ്റി. ഇത് ഭരണപക്ഷ MLA-മാർ പോലും അറിഞ്ഞിരുന്നില്ല. MLA-മാരും വാച്ചാൻ വാർഡും രക്ഷാകവചം തീർത്ത് മാണിയെ ഇരിപ്പിടത്തിലെത്തിക്കുകയും ചുറ്റും വലയം തീർത്ത് അദ്ദേഹത്തിന് ബജറ്റ് അവതരിപ്പിക്കാനുള്ള അവസരമൊരുക്കുകയും ചെയ്തു. മാണി ഷർട്ടിൽ മൈക്ക് ഘടിപ്പിച്ചുകൊണ്ടാണ് വന്നത്. സ്പീക്കറുടെ ചേംബർ പ്രതിപക്ഷം കയ്യേറിയിട്ടും മൈക്കിലൂടെ ബജറ്റ് പ്രസംഗം നടത്താൻ മാണിക്ക് സാധിച്ചു. മാണി പ്രസംഗം തുടങ്ങിയ ശേഷം അദ്ദേഹത്തെ തടസ്സപ്പെടുത്താൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും വിഫലമായി. തുടർന്ന് UDF അംഗങ്ങളുടെ ആർപ്പുവിളികളും ലഡ്ഡു വിതരണവും.
പിന്നെ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നേരെ എന്ന മട്ടിലുള്ള പ്രതിപക്ഷ സുനാമി. ബഡ്ജറ്റ് അവതരിപ്പിക്കില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. ബഡ്ജറ്റ് അവതരിപ്പിച്ചേ പറ്റൂ, ഭരണഘടനാ ബാധ്യതയാണ്. അല്ലാതെ ഇതൊരു വാശിയുടെ പ്രശ്നമായിരുന്നില്ല. അത് അവരുടെ പ്രതീക്ഷ തകർന്നു എന്ന് കണ്ടപ്പോൾ രണ്ടും കെട്ടിറങ്ങുന്ന രീതിയായി. അതാണ് അതിനകത്തെ സങ്കടം. ഡെസ്കിന്റെ മുകളിൽ ചവിട്ടി നടന്ന് മാണിയുടെ അടുത്തെത്താൻ ഏതാനും MLA-മാർ ശ്രമിച്ചു. സ്ത്രീപീഡനം മുതൽ കടി വിവാദം വരെ വാർത്തയായി. സാധാരണ സഭയിൽ അക്രമമോ മറ്റോ നടന്നാൽ അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ അനുവദിക്കില്ല. സഭയിൽ എന്തും നടക്കാമെന്ന് അറിയാമായിരുന്നിട്ടും അങ്ങനെ ഒരു വിലക്ക് സ്പീക്കർ ഏർപ്പെടുത്തിയില്ല. പ്രതിപക്ഷത്തിന്റെ ആക്രോശങ്ങളും മാണിയുടെ ബജറ്റും ചാനലിലൂടെ ജനം കണ്ടോട്ടെയെന്ന് മുഖ്യമന്ത്രിയും കരുതി കാണും. നമ്മുടെ സാമാജികന്മാർക്ക് ചില പ്രത്യേക അവകാശങ്ങൾ, പ്രിവിലേജസ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ പ്രിവിലേജസ് എന്ന് പറയുന്നത് നിയമസഭ സമ്മേളിക്കുന്ന അവസരങ്ങളിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. സഭ സമ്മേളിക്കാതിരിക്കുന്ന അവസരത്തിൽ സഭയ്ക്കകത്ത് കയറി എന്ത് പരാക്രമം കാണിക്കാനും അതിന് ആ അവകാശങ്ങളുടെ പരിരക്ഷ കിട്ടുകയില്ല. ജനപ്രതിനിധികളായാൽ തന്നെയും സഭ സമ്മേളിക്കാത്ത അവസരത്തിൽ ഇങ്ങനെ ചെയ്താൽ അതും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാവുന്ന ക്രിമിനൽ കുറ്റം തന്നെയാണ്. അങ്ങനെ കേരള നിയമസഭാ സാമാജികരുടെ നാണം കെട്ട പെരുമാറ്റം മുഴുവൻ കണ്ടു. കേരളത്തിലെ ധനമന്ത്രി വലിയ അഴിമതിക്കാരനാണെന്ന ചിത്രം കേരളത്തിന് പുറത്തെത്തിക്കാൻ ഈ സംഘർഷത്തിലൂടെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നതാണ് മറ്റൊരു സത്യം. സംസ്ഥാനത്തിൻ്റെ ഭാവി ഭാഗതയെന്ന് നിർണ്ണയിക്കുന്ന കാര്യത്തിൽ കാതലായ പങ്ക് വഹിക്കുന്ന ഒരു പ്രക്രിയയാണ് സംസ്ഥാന ബഡ്ജറ്റ്. അത് യഥാസമയം സഭയിൽ അവതരിപ്പിച്ച് കൂലങ്കഷമായി ചർച്ച ചെയ്ത് സഭയെക്കൊണ്ട് അംഗീകരിപ്പിക്കേണ്ടത് ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും ഭരണഘടനാപരമായ ബാധ്യതയാണ്. ബഡ്ജറ്റിലെ പോരായ്മകളും ജനവിരുദ്ധ സമീപനങ്ങളും ചൂണ്ടിക്കാണിച്ച് അത് ഗവൺമെൻറ്റിനെ കൊണ്ട് തിരുത്തിക്കാൻ ശ്രമിക്കേണ്ടതും ജനശ്രദ്ധയിൽപ്പെടുത്തേണ്ടതും ഉത്തരവാദിത്വ ബോധമുള്ള ഏതൊരു പ്രതിപക്ഷത്തിൻ്റെയും അനിവാര്യമായ കർത്തവ്യമാണ്. ആ കർത്തവ്യം സ്വയം നിശ്ചയിക്കുന്നതായിപ്പോയി ബഡ്ജറ്റ് അവതരണത്തെ തടയാൻ നടത്തിയ പാഴായ ശ്രമം. ബഡ്ജറ്റ് അവതരണം അപൂർണമാണെന്നാണ് പ്രതിപക്ഷം നിരത്തുന്ന വാദം. സ്പീക്കർ ഡയസിലെത്തണം, ഓർഡർ എന്ന് പറയണം. അതിനുശേഷം ധനമന്ത്രിയെ ബജറ്റ് അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രി ക്ഷണിക്കണം. ഈ കീഴ്വഴക്കങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ എന്തു സാധുതയാണ് ബജറ്റ് അവതരണത്തിനുള്ളതെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. എന്നാൽ ധനമന്ത്രി KM മാണിക്ക് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് നിയമപരമായും ഭരണഘടനാപരമായും യാതൊരു തടസ്സവുമില്ലാത്ത സ്ഥിതിക്ക് കേവലം ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തെ കൃത്യനിർവഹണത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നാണ് ഭരണകക്ഷിയുടെ വാദം. സ്പീക്കർ ഡയസിൽ വന്നാൽ ഇരുന്നാലും നിന്നാലും അദ്ദേഹത്തിൻ്റെ അനുവാദത്തോട് ബഡ്ജറ്റ് അവതരിപ്പിക്കുക. ഫൈനൽ വേർഡ് സ്പീക്കറാണ്. അത് ഗവർണറുടെ കോടതിക്കൊന്നും ഇടപെടാൻ കഴിയില്ല. ചുരുക്കത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് രണ്ടു കൂട്ടരും വിജയം അവകാശപ്പെടുന്നു. എന്നാൽ ബഡ്ജറ്റ് അവതരണം ചട്ടങ്ങൾ പാലിച്ചാണ് നടന്നത് എന്ന സ്പീക്കറുടെ വാദം ഗവർണർ P. സദാശിവം അംഗീകരിച്ചു. അതോടൊപ്പം ഭരണസ്തംഭനം ഉണ്ടെന്നു കാട്ടുന്ന ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരം രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകാൻ വരെ പര്യാപ്തമായ സംഭവങ്ങളാണ് വെള്ളിയാഴ്ച നിയമസഭയിൽ നടന്നതെന്ന് ഗവർണർ നടത്തിയ പരാമർശം ഭരണകക്ഷിയെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ്. കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണെന്നും പണ്ടത്തേതുപോലെയുള്ള സംരക്ഷണം കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകില്ലെന്നും UDF സർക്കാരിന് നന്നായി അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഭരണസ്തംഭനം ഇല്ല എന്ന് വരുത്തേണ്ടതിന്റെ ഗൗരവവും UDF തിരിച്ചറിയുന്നു. അതിനാൽ സർക്കാരിന് നിലപാടുകൾ കടുപ്പിച്ചേ മതിയാകൂ. എന്നാൽ MLA-മാരെ സസ്പെൻഡ് ചെയ്ത നടപടി ഏകപക്ഷീയമാണെന്നും വനിതാ MLA-മാരെ അപമാനിച്ചവർക്കെതിരെ നടപടിയെടുക്കുന്നതുവരെ സമരം തുടരുമെന്നുമാണ് പ്രതിപക്ഷം പറയുന്നത്. ഏതായാലും സംഗതികൾ ഒരു നടയ്ക്ക് തീരില്ലെന്ന് ചുരുക്കം. സഭയിൽ നടന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് ഗവർണർ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ കുറിപ്പിൽ 356 വകുപ്പ് അനുസരിച്ച്, ഭരണഘടനയുടെ 356 വകുപ്പ് അനുസരിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇന്നൊരു പരാമർശമുണ്ട്. ഈ പരാമർശം കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ഗവർണർ ശുപാർശ ചെയ്യിക്കുന്ന തരത്തിലൊരു വ്യാഖ്യാനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പക്ഷേ 356 വകുപ്പ് അനുസരിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യമാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി ഭരണം കേരളത്തിൽ ഏർപ്പെടുത്തണമെന്നുള്ള വ്യാഖ്യാനം ശരിയല്ല. ഗവർണർ രാഷ്ട്രപതിയോട് റിപ്പോർട്ട് ചെയ്താൽ തന്നെയും രാഷ്ട്രപതി അത് അംഗീകരിക്കണമെന്നില്ല. ഒരു പക്ഷേ രാഷ്ട്രപതി അംഗീകരിച്ച് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാൽ തീരുമാനിച്ചാൽ തന്നെയും അത് നടക്കണമെന്നില്ല. എടുത്ത തീരുമാനം പിൻവലിച്ചെന്ന് വരാം. അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പലതും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുമുണ്ട്. ഭരണഘടനയുടെ 356 വകുപ്പ് വ്യവസ്ഥ ചെയ്യുന്നത് വ്യവസ്ഥാപിതമായ ഭരണയന്ത്രം പരാജയപ്പെടുമ്പോൾ, അതായത് ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിക്കുവാൻ ഗവൺമെൻറ്റിന് സാധിക്കാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ
ഉണ്ടായി എന്ന് സ്റ്റേറ്റിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഗവർണർക്ക് ബോധ്യം വരികയും ഗവർണർ അതനുസരിച്ച് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് നേരിട്ട് ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല, അത്തരമൊരു സാഹചര്യം ഉണ്ടായി എന്ന് ബോധ്യം വന്നാൽ ഈ ഭരണം രാഷ്ട്രപതിക്ക് ഏറ്റെടുക്കാം. അത് ഭാഗികമാകാം, അല്ലെങ്കിൽ മുഴുവനുമാകാം. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യമാണ്, ഇപ്പം എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ അത്തരം ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ സ്ഥിതിവിശേഷം നമ്മൾ ചാനലുകളിലൊക്കെ കണ്ടതാണ്. നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു ഭരണമല്ലേ ഇതെന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ്. കാരണം ജനങ്ങൾ അവരുടെ ഭരണാധികാരികൾ എന്തൊക്കെ ചെയ്യണം, എന്തു ചെയ്യണമെന്ന് ജനങ്ങൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ് അയച്ചിരിക്കുന്നത്. ഈ റെപ്രസെൻറ്റേറ്റീവ്സാണ് അസംബ്ലിയിൽ അഴിഞ്ഞാടിയത്. അവിടെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? അടി, പിടി, കടി. അപ്പോൾ ഇത്തരത്തിൽ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഇവിടെ ഭരണയന്ത്രം പരാജയപ്പെട്ടു എന്ന് പറയാൻ യാതൊരു മടിയുമില്ല എനിക്ക്. അതിനിടെ കേരളത്തിൽ ഒരു മൂന്നാം ബദലിനുള്ള സാധ്യതകൾ തേടുകയാണ് BJP. മാണിക്കെതിരെയുള്ള സമരത്തിന് അവരും എത്തിയതിനു പിന്നിൽ ഈ ലക്ഷ്യമാണുള്ളത്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒത്തുകളിക്കുമെന്നും രണ്ടു കൂട്ടരും സഭയിൽ വിജയിച്ചതായി വരുമെന്നും നേരത്തെ തന്നെ BJP ആരോപിച്ചിരുന്നു. അതൊക്കെ തന്നെയാണ് സഭയിൽ നടന്നതെന്ന് BJPക്ക് ഈ ഘട്ടത്തിൽ അവകാശപ്പെടാം. അങ്ങനെ മൂന്ന് കൂട്ടരും ഈ സമരത്തിൽ വിജയിക്കാൻ ആവശ്യമായത് സംഘടിപ്പിച്ചു. ചുരുക്കത്തിൽ ഇവർക്കെല്ലാം വോട്ട് നൽകി ജയിപ്പിച്ച മലയാളികൾ വേലിയിൽ കിടന്ന പാമ്പിനെ ശരീരഭാഗത്ത് എവിടെയോ എടുത്തുവെച്ച അവസ്ഥയിലുമായി. വോട്ട് ചെയ്യാതിരിക്കാനുള്ള അവകാശമെങ്കിലും നിഷേധിക്കപ്പെടാതിരുന്നെങ്കിൽ എന്നാകും ഒരുപക്ഷെ നിഷ്പക്ഷരായ ജനങ്ങൾ ചിന്തിക്കുക. ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്ത ആഴ്ച.